ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ദേ ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. അപ്പോൾ ഇക്കാക്കൻ്റെ ഉമ്മ കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ രാവിലത്തെ പത്തിരി അങ്ങനെയുള്ള കറി, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള ചീരത്തോരന്, പച്ചക്കറി വെച്ചതുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളേ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഭക്ഷണം മാത്രം മതി, രാത്രിക്കിലേക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ദേ ഇതൊക്കെ പാത്രത്തിലാക്കി ഒരു കിറ്റിലേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളും പാത്രത്തിലാക്കി, എന്താ വെച്ചാൽ മറന്നു പോകും എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഒന്നും മറന്നു പോവാതെ ഇങ്ങനെ ഭക്ഷണം എന്ന് മാത്രമല്ല കേട്ടോ, വേറെ എന്തെങ്കിലും ഒന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ചിലപ്പോൾ മറന്നു പോകുമല്ലോ. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കാനും, 5 മിനിറ്റ് അല്ല, ഒരു 10 മിനിറ്റിനുള്ളിൽ നടക്കാനുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ദേ ഞാൻ പാക്ക് ചെയ്യാണ്, കിറ്റിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ദേ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ആ തിരക്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊന്നും. അങ്ങനെ ദേ ബസ് കയറിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മയത്. അങ്ങനെ ദേ ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്ത് ഭയങ്കര ഒരു വൈബ് തന്നെയാണല്ലോ പാട്ടൊക്കെ കേട്ടിട്ട്. അങ്ങനെ കിറ്റ് ദേ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ മറന്നു പോകരുതേ എന്നാണ്, പക്ഷെ മറന്നൊന്നും പോയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ പിന്നെ ആ പെങ്ങൾ പോയിട്ടുണ്ട്, അങ്ങനെ ഇൻഷൂർ റെഡിയാക്കാൻ പറഞ്ഞ്. അപ്പം ഞാനും ഉമ്മയും ഇതാ മുകളിലത്തെ നിലയിലേക്ക് വന്നാണ്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, അത് പോകുമ്പോൾ നോക്കാമെന്ന് കരുതി. അങ്ങനെ ആൾ വന്ന് ഇങ്ങനെ പേപ്പറൊക്കെ ഒക്കെ ശരിയായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വിരലൊക്കെ വെച്ച് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതാ തിരിച്ച് വരുമ്പോൾ ആ സംഭവം എന്താ നോക്കി. അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, ആ ചക്ക ശരിക്കുള്ള ചക്ക തന്നെയാണെന്ന്. പറഞ്ഞാൽ ശരിക്കുള്ള ചക്കയൊന്നുമല്ലത്, അതൊക്കെ ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞു കൊടുത്ത്. അതൊക്കെ ഒരു ഭംഗിക്ക് അവർ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല രസമുണ്ടായിട്ട് കാണാൻ. ഇങ്ങനെ അവിടെ നിന്നും താഴേക്ക് വരാന്തയിലേക്ക് ഇറങ്ങി വരികയാണ്. വലിയ തിരക്കൊന്നുമില്ല. നെബുലൈസേഷൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഓരോരുത്തർ വന്നിങ്ങോട്ട് രാവിലെ ആവി പിടിക്കാനുള്ളവരുണ്ടാകുമല്ലോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വന്ന് റൂമിലെല്ലാം വാർഡിലേക്ക് എത്തി. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയ കടലാസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ കടലാസൊക്കെ നന്നാക്കി എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ വാർഡിൽ. രാവിലെ ആയതുകൊണ്ട് ഇനി അഡ്മിഷൻ ആരോ വരുമെന്നൊന്നും അറിയൂല. അങ്ങനെ ഇതാ കടലാസൊക്കെ റെഡിയാക്കി. അങ്ങനെ അതെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. സെൻസറിൻ്റെ പൈപ്പാണ്, അപ്പോൾ വെള്ളം അങ്ങനെ വരും. അപ്പോൾ 1-2 പ്രാവശ്യം ഞാനങ്ങനെ വെച്ച് നോക്കി, നല്ല രസമുണ്ട്. അങ്ങനെ ചെറിയ ഫ്ലാസ്കില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്ക് മതിയല്ലോ. അപ്പോൾ ക്യാൻറ്റീനിൽ പോയിട്ട് നല്ല തിളച്ച വെള്ളം അവർ തരും. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി ഞാൻ തിളച്ച വെള്ളം വാങ്ങിക്കൊണ്ടുപോയിട്ട്, ഉമ്മക്ക് ഇങ്ങനെ വെച്ചാൽ ചായ കുറച്ച് പൊടി ഇട്ടിട്ടുള്ള ചായ മതി. അപ്പോൾ പീടികയിൽ നിന്ന് വാങ്ങുന്നത് വലിയ താല്പര്യമില്ല. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടി കയ്യിലുള്ളതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറഞ്ഞ്. അപ്പോൾ ഞാനൊരു പൊരിച്ചത്തിരി വാങ്ങിയിട്ടോ. ഞാൻ പത്തിരിന് ആ ചായയൊക്കെ രാവിലെ കുടിച്ചായതുകൊണ്ട്. അങ്ങനെ ഹോപ്പിലൊക്കെ നല്ല തിരക്കുണ്ട്, പക്ഷേ വാർഡിലേക്ക് വലിയ തിരക്കൊന്നും വന്നില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ഗ്ലൂക്കോസ് കയറ്റാനോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലേ വലിയ തിരക്ക് വരലുള്ളൂ. അങ്ങനെ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പം നെബുലൈസേഷനെ വിളിച്ചിരുന്നു. അത് വിത്ത് O2 ആണേ, O2 ശ്വാസം മുട്ടുള്ളതുകൊണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണം കഴിക്കാനുള്ളൊക്കെ സെറ്റപ്പൊക്കെ അവിടെ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. വാർഡിൽ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിനൊരു സംഭവം അവിടെ ഇങ്ങനെ കർട്ടനൊക്കെ ഇട്ടിട്ട് ഒരു ടേബിളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല തിരക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കായപ്പോഴത്തേക്കും അവിടെയും ഇവിടെയൊക്കെ ഓരോരോ പിന്നെ ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട്, പിന്നെ അല്ലാതെ പ്രഷർ കുറഞ്ഞിട്ടോ തലകറക്കമൊക്കെ ആയിട്ട്. പിന്നെ ഒരു അഡ്മിഷനും വന്നിട്ടുണ്ട് ഞങ്ങളടുത്തുള്ള ബെഡിൽ, അവർക്കും ശ്വാസം മുട്ടാണ്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയാണ്, പിന്നെ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ മഴയത്ത് കുടയും എടുത്തിട്ടില്ല. സംഭവം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. കുട്ടികളൊക്കെ ബസ്സിൽ, പക്ഷേ ഇറങ്ങാൻ സമയമായപ്പോൾ എടുത്തിട്ടോ വീഡിയോ. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടിക്കാലമൊക്കെ ഓർത്ത് പോയി. സ്കൂള്, മഴ, ബസ്. അങ്ങനെ ബസ് ഇറങ്ങിയിട്ടും മഴ ചോരുന്നില്ല. അപ്പോൾ വീട്ടിലെത്തണ്ടേ. അങ്ങനെ ഇക്കാകനെ വിളിച്ചു, ഇക്കാക്ക വരാൻ പറഞ്ഞ്
അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരുപാട് പേരുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന. ഇങ്ങനെ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാണ്ട് വീടിൻ്റെ മുന്നിലും ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേ കാക്ക വന്ന് വണ്ടിമേൽ മഴയത്ത്, നല്ല മഴയത്ത് വണ്ടിമേലൊരു യാത്രയായി, ബസ്സിലും യാത്രയായി. അങ്ങനെ നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അതെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് കാണാം.